ഹായ് ആൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളൊരു ട്രാവൽ വ്ലോഗ് അയച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് മദീനയിലേക്കാണ്. ഞങ്ങൾ ഇവിടുന്ന് ജിദ്ദയിൽ നിന്നാണ് കേട്ടോ മദീനയായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 4 മണിക്കൂറോളം ജേർണി ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ആ സമയം വൈകുന്നേരം ഒരു 5 മണിയൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈവനിങ് നേരത്തെ എത്താലോ, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സമയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുന്നതായി എമ്മിക്കുട്ടി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഉച്ചന് ശേഷം പോണത് കൊണ്ട് തന്നെ അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓന് പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ ഭയങ്കര റഷായിരുന്നു കേട്ടോ. അതും ഈ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുന്ന സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ റോഡൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം കുഴപ്പമില്ല, നമുക്ക് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 10-11 മണിയാകുമ്പോഴത്തേനും എന്തായാലും എത്തും, ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഉറങ്ങിച്ചതാ എമ്മിക്കുട്ടി നീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി മദീനയിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. എമ്മി ഉണ്ടായതിന് ശേഷം എമ്മിക്കുട്ടി ഉണ്ടായാൽ പിന്നെ എമ്മിയും അനിയനൊക്കെ നാട്ടിലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരുമിച്ച് പോകാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ നമ്മളെല്ലാവരും കൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഒരുപാട് ദൂരം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് മലകളും ഒഴിഞ്ഞ മരുഭൂമിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ജിദ്ദ വിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ഞാനങ്ങനെ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം ഒന്നും വലിയ ഇഷ്ടമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ രാവിലെ ഞങ്ങൾ തിരിച്ചു പോണ സമയത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ വിഷ്വൽസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതാ നമ്മൾ ഏകദേശം മദീന എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് ഹാഷി ഭാഷയിലേക്കാണ് വന്നിട്ടുള്ളത്. മദീനയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഫുഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാനായിട്ട് കിട്ടില്ല. അവിടുത്തെ ഫുഡിനൊക്കെ ഒരു ജിദ്ദേനെ അപേക്ഷിച്ച് ഫുഡ് കടകളൊക്കെ കുറവാണ്. പിന്നെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഹാഷി ഭാഷയിലേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത്. എമിക്കുട്ടി കുറച്ച് സമയം ഉറങ്ങിയതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങുന്ന സമയമായിട്ടും ആൾക്ക് വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഫുൾ ആക്റ്റീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനക്ക് ഉറക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. മറ്റേത് ഇങ്ങനെ കരഞ്ഞിട്ട് തന്നെ ഓരോ ബുദ്ധിമുട്ടൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇന്ന് ആളെ കൊണ്ട് ഉണ്ടായിരുന്നില്ല. കാരണം നന്നായിട്ട് ഉറങ്ങി ആളെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അതിന് ശേഷം നമ്മൾ റൂമും കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇവിടെ എത്തിയതിന് ശേഷം റൂമും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ നോക്കണം. കാരണം നമുക്ക് കുറച്ച് സമയമുള്ളൂ ഫ്രഷായി ഒന്ന് കുറച്ച് സമയം ഒന്ന് ക്ഷീണം മാറ്റിയിട്ട് നമുക്കൊരു സുബഹി ആകുമ്പോഴത്തേനും അറമിലേക്ക് എത്താനുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതാ കുറച്ച് സമയം ലാലു ഇപ്പിയും എല്ലാവരും വരുന്നതിൻ്റെ കുറച്ച് സമയം ഇതാ എമിയും ഷാലുട്ടിയും കൂടി ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പിയും ലാലൊക്കെ വന്നപ്പോൾ ഞങ്ങളിതാ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതഞ്ഞി റൂമാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ റൂം നോക്കാൻ നമുക്ക് കുറച്ചധികം സമയം പോയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഹറമിൻ്റെ അടുത്തും ആവണം. സാധാ നോർമൽ റൂം മതി, കാരണം നമുക്ക് അധികം സമയമില്ലല്ലോ, കുറച്ച് സമയമല്ലേ റെസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഭയങ്കര റെൻ്റാണ് റൂമിന്. അപ്പോൾ നമ്മൾ നോർമൽ ഒരു റൂം നോക്കിയിട്ട് കുറച്ച് സമയമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, രാത്രി ആയതുകൊണ്ട് തന്നെ ഹറമിൻ്റെ ആ ഭാഗത്തൊക്കെ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും കുറച്ച് സമയം പെട്ടു. അങ്ങനെ ഇതാ നമ്മൾ ഹറമിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. മിനാരും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇത് മദീന ടൗണാണ് കേട്ടോ. എപ്പോഴും ഈ ടൗൺ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കി നടന്ന് നമുക്ക് ഹറമിൻ്റെ കുറച്ചടുത്ത് തന്നെ നമുക്ക് റൂം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സാധാ ഒരു നോർമൽ റൂമായിരുന്നു കേട്ടോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫ്രഷായി ജസ്റ്റ് കുറച്ച് സമയം കിടക്കാനല്ലേ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു റൂമായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് ഫ്രഷായി കുറച്ച് സമയം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു 5-5:15 ആയപ്പോഴത്തേനും ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് സുബഹി ആകുമ്പോഴത്തേനും നിസ്കാരത്തിന് ഹറമിലേക്ക് എത്താന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ പാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട്
വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമുക്ക് പാർക്കിങ്ങൊക്കെ കിട്ടി. ഈ സമയമായപ്പോഴത്തേനും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ നിസ്കാരം തുടങ്ങിയ സമയമായപ്പോഴത്തേനും നമ്മളിതാ ഹറമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി അപ്പം തന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ പറ്റി അൽഹംദുലില്ലാ. പിന്നെ എന്താ പറയുക, ഒരുപാട് സന്തോഷമായിട്ടോ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ. കാരണം ഞാൻ ഇപ്പം ജിദ്ദയ്ക്ക് വന്നിട്ട് 3 മാസമായി. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് മദീനത്തേക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പാക്കും ലാലുവിനൊക്കെ എന്നും ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കതിന് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏതായാലും ബ്രദർ വരുന്നുണ്ടല്ലോ, വന്നിട്ട് എന്തായാലും നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിലേ ആയതാണ്. അപ്പം ഒരുപാട് സന്തോഷമായിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ലാലു വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാലു വേറൊരു ഭാഗത്തായിരുന്നു കേട്ടോ നിസ്കരിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ലാലുവിനെ വെയിറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് റൗദയിലേക്ക് കയറണം. ഞങ്ങൾക്കതിന് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എൻ്റെ പെർമിറ്റ് വേറൊരു സമയത്തായതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ഞാനിങ്ങനെ ജിദ്ദയിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇനി ആ സമയത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് പെർമിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ചോദിച്ച് നോക്കാം എന്നിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആണുങ്ങൾക്ക് എപ്പോഴും സലാം പറഞ്ഞ് പോരാനുള്ളൊരു അവസരം ഉണ്ടല്ലോ, നമുക്കതുപോലെ നമുക്ക് ആ സമയത്ത് മാത്രമേ റൗദയിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ റൗദയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോരോ ടൈം കിട്ടിയിട്ടുണ്ടാകും പെർമിറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ കയറാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് സമയം ക്യൂ നിന്നിട്ട് വേണം റൗദയിലേക്ക് കയറാൻ. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ക്യൂവിൽ നിൽക്കുക, അവർ സമ്മതിക്കുകയാണെങ്കിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മയും കൂടി ക്യൂവിൽ പോയിട്ട് നിന്ന്. ഭയങ്കര സങ്കടമാണ് കേട്ടോ, കാരണം പെർമിറ്റ് കിട്ടാത്തത്. നമ്മൾ ഇത്രയും ദൂരം വന്നു, പിന്നെ നമ്മളിതിനെ ആഗ്രഹിച്ച് വരുന്നതല്ല. അപ്പോൾ നമുക്കത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. പിന്നെ അതുമല്ല ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരില്ല, എന്തായാലും നടക്കില്ല. കാരണം ഇമ്മി അനിയനൊക്കെ അടുത്ത മാസം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നെ എന്താ പറയുക, എല്ലാവരും കൂടി ഉള്ളൊരു വരവ് നടക്കില്ല. പിന്നെ ഇമ്മക്കും അനിയനും എന്തായാലും വന്നേ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് 2 വീക്ക് എന്തായാലും ഇവർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വരാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഹറമിലേക്ക് റൗദയിലേക്ക് കയറാനായിട്ട് പെർമിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പോയി വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും ഉമ്മയും വരിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ റൗദയിലേക്ക് കയറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് ഓല് ആദ്യം ജസ്റ്റ് പെർമിറ്റ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള പെർമിറ്റ് അവരുടെ അടുത്തുള്ളൊരു മെഷീൻ വെച്ചിട്ട് സ്കാൻ ചെയ്യും, എന്നിട്ടാണ് ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റുക. അപ്പോൾ മസ്റ്റായിട്ടും പെർമിറ്റ് വേണം. മറ്റേത് പെർമിറ്റ് ജസ്റ്റ് നോക്കിയിട്ടാണ് കയറ്റുന്നത്. ഇപ്പോൾ അത് സ്കാൻ ചെയ്തതിന് ശേഷമാണ് കയറാനായിട്ട് പറ്റുക. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. കുഴപ്പമില്ല, ഇൻഷാ അല്ലാ അടുത്ത സമയം പോകുമ്പോൾ നമുക്ക് എന്തായാലും പെർമിറ്റ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ ഇനി ഞങ്ങൾക്ക് ഇപ്പോൾ സമയം ഒരു 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യണം. നമ്മൾ സാധാരണ പോകാറുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയിട്ടുള്ളത്. കാരണം എമി ഉണ്ടായതുകൊണ്ട് എനിക്ക് വിശക്കില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക എന്നിട്ട് സിയാറത്തിന് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ജുമയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇനി ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ ഹറമിൻ്റെ കുറച്ചടുത്ത് തന്നെയുള്ള ഒരു മലയാളി ഹോട്ടലിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ദോശയും പൊറോട്ടയൊക്കെ ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മദീനയ്ക്ക് വരുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പെട്ടെന്ന് തന്നെ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ജുമേൻ്റെ സമയമാകുമ്പോഴത്തേനും നമുക്ക് ഹറമക്ക് എത്താനും കഴിയില്ല, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ചായയൊക്കെ കുടിച്ച് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ സ്ഥലത്തേക്കായിട്ട് സിയാറത്തിന് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചും വരണം. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് സിയാറത്തിന് പോകാനായിട്ടുള്ളത് ഉഹുദിലേക്കാണ്. അപ്പോൾ ഉഹുദിൽ എന്താ പറയുക, ഉഹുദ് മല കാണാനുണ്ട്. അതുപോലെ തന്നെ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായിട്ടുള്ള സ്വഹാബാക്കളുടെ ഖബർസ്ഥാൻ കാണാനുണ്ട്. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ളൊരു പള്ളി കൂടി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. ഭയങ്കര രസമാണ് ഈ ഒരു സ്ഥലം കാണാൻ. പിന്നെ ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു വിവരണം ഞാൻ തരാം. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനറിയില്ല, അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഹിജ്റ 3-ാം വർഷമാണ് ഉഹുദ് യുദ്ധം നടക്കുന്നത്. പിന്നെ എന്തിനാണ് ഉഹുദ് യുദ്ധം നടന്നത് എന്ന് ചോദിച്ചാൽ, ബദർ യുദ്ധത്തിൽ വലിയ പരാജയമാണ് പിന്നെ മക്കയിലുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്, അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ബദർ യുദ്ധത്തിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക മദീനയിലേക്ക് മക്കക്കാരായിട്ടുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നബിയും സ്വഹാബാക്കളും ഈ ഒരു എന്താ പറയുക ശത്രുക്കളെ പ്രതിരോധിച്ചിട്ടുള്ളത്.
യഹൂദയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്ജിദുൻ നബവിയിൽ നിന്ന് ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ ഇവിടേക്കുള്ള ദൂരം. പിന്നെ നമ്മളിവിടെ കാണുന്ന ആ ഒരു പള്ളി അത് ഹംസ റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ ഒരു വശത്തായിട്ടാണ് കേട്ടോ ഖബർസ്ഥാൻ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്താ പറയുക ഫാത്തിഹ ഓതാനും അവരോട് സലാം പറയാനൊക്കെ ഉള്ളൊരു അവസരമുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ അള്ളാഹു അതിനൊക്കെയുള്ള ഭാഗ്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു ഭാഗ്യം കിട്ടാത്ത ആളുകൾക്ക് അള്ളാഹു കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഇനിയും വരാനും ദുആ ചെയ്യാനും ഒക്കെ കാണാനൊക്കെ ഉള്ള ഭാഗ്യം അള്ളാഹു നമുക്കും തരട്ടെ. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക പ്രാവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വ്യൂവും നല്ല അടിപൊളിയാണ്. പിന്നെ ഇവർക്കൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കച്ചവടക്കാർ നമുക്കിങ്ങനെ സീഡ്സും കാര്യങ്ങളൊക്കെ കൊണ്ടു തരുന്നുണ്ട്. അപ്പോൾ എമി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു പ്രാവിനും കാര്യത്തിനൊക്കെ കണ്ടിട്ട്. ഓനിങ്ങനെ അവരുടെ കൂടെ ഓടിയിട്ടും എന്താ പറയുക അവർക്ക് ഫീഡ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കളിക്കുകയാണ്. എമിക്കാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ആദ്യം പോയ സമയത്ത് ഓൻ ചെറിയ കുട്ടിയായിരുന്നു. ഓനക്ക് അങ്ങനെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്കൊന്നും കൂടി ഒന്ന് എന്താ പറയുക ആളൊന്ന് വലുതായതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ ഉള്ളൊരു പ്രായം എത്തിയതുകൊണ്ട് തന്നെ ഓനും ഭയങ്കര ഹാപ്പിയാണ്. ഞമ്മക്കും സന്തോഷമാണ്. കാരണം കുട്ടിക്ക് ചെറിയ പ്രായത്തിലൊക്കെ അള്ളാഹു അതിനുള്ളൊരു ഭാഗ്യം ഓനക്കും കൊടുത്തല്ലോ അൽഹംദുലില്ലാ. പിന്നെ ഇവിടെ നമ്മൾ ആദ്യം വരുന്ന സമയത്തൊന്നും ഇങ്ങനെ കടകളൊന്നും ഇങ്ങനെ തിരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഈ ഒരു ഫുട്പാത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഈ ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ ഒരു വിറ്റിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം വന്നപ്പോൾ എന്താ പറയുക അതൊക്കെ ഇങ്ങനെ ഓരോ കടകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ കാണുന്നതാണ് കേട്ടോ സ്വഹാബാക്കളുടെ എന്താ പറയുക ഖബർസ്ഥാനൊക്കെ. അപ്പോൾ ഇതാണ് ഉഹുദ് മല. ഭയങ്കര ഒരുപാട് ക്രൗഡഡാണ് ഇവിടെ. ഒരുപാട് ആളുകൾ വന്നിട്ട് സിയാറത്ത് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെറിയൊരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തോട്ടുണ്ട് കേട്ടോ പോകുന്നത്. ഇനി ഞങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ മസ്ജിദുൽ ഖിബ്ലത്തൈനിലേക്കാണ് കേട്ടോ. ഇത് 2 കിബിലകളുള്ള പള്ളിയാണ്. പിന്നെ ഇത് ഒരു നിസ്കാരത്തിന് വേണ്ടിയിട്ട് 2 കിബില സ്വീകരിച്ചതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു പേര് വരാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഈ ഒരു പള്ളിയിൽ. കാരണം നമ്മൾ ജുമായിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് മസ്ജിദുൽ ഖുബയിലേക്കാണ് കേട്ടോ. ഒരുപാട് പ്രത്യേകതയുള്ളൊരു പള്ളിയാണ് മസ്ജിദുൽ ഖുബ. കാണാനും നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ്. പിന്നെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ പള്ളിയാണ് കേട്ടോ മസ്ജിദുൽ ഖുബ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പള്ളി നിർമ്മിച്ചതിന് ശേഷം ഒരുപാട് തവണ ഇത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നിർമ്മിക്കപ്പെട്ടത് പിന്നെ ഇവിടുത്തെ രാജാവായിട്ടുള്ള ഫാദർ രാജാവ് 1986 പുതുക്കി പണിതതാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഒരു പള്ളി. ഇവിടുത്തെ സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നേരെ വന്നിട്ടുള്ളത് സബാ മസ്ജിദിലോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ 7 പള്ളികളൊക്കെ കാണാനായിട്ടുണ്ട്. അപ്പോൾ ഹിജ്റയുടെ 5-ാം വർഷം ഷവ്വാൽ മാസം നടന്നിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു ഖന്തക് യുദ്ധം. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ശത്രുക്കളെ നേരിടാൻ കിടങ്ങ് കുഴിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ഖന്തക് യുദ്ധം നടന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ 7 പള്ളികളാണ് കേട്ടോ കാണാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് സബാ മസ്ജിദ് എന്ന് പറയുന്നത്. പിന്നെ നിലവിൽ ഇവിടെ ഇപ്പം 4 പഴയ പള്ളികളാണുള്ളത്. മറ്റ് പള്ളികളെല്ലാം കൂടിയിട്ട് സൗദി ഗവൺമെൻറ് ഒറ്റ പള്ളിയാക്കിയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ കാണിച്ചിരുന്നല്ലോ ഒരു വലിയ പള്ളി, അതാണ് കേട്ടോ അത്. 2.25 കിലോമീറ്റർ നീളവും 40 അടി വീതിയും ഉണ്ട് കേട്ടോ ഇവിടെ നബിയും സ്വഹാബാക്കളും കൂടി കുഴിച്ചിട്ടുള്ള കിടങ്ങിന്. അപ്പോൾ നമ്മളുടെ സിയാറത്തൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ജുമാക്ക് സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പോയില്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്കൊന്നും പാർക്കിംഗ് ഒന്നും കിട്ടൂല. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഹറമിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഹറമിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് തന്നെ ആളുകളൊക്കെ കൂട്ടമായിട്ട് ഹറമിലേക്ക് ഓടി പോകുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾക്ക് ഹറമിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം 10 മണിയാകുമ്പോഴത്തേനും അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ നമ്മളിതാ പുറത്ത് വണ്ടി ഇട്ടിട്ട് ഈ ഒരു ഫുട്പാത്തിലൂടെ ഇങ്ങനെ
ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേനും എമിമോൻ നല്ലതായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ആൾ രാവിലെ നീറ്റതായതുകൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹറമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടില്ല, നമ്മളതിൻ്റെ മുന്നേ തന്നെ ഹറമിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരുപാട് ആളുകൾ നിസ്കാരത്തിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ഹറമിൽ നിന്ന് കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം കൂടുതലും ലേഡീസാണല്ലോ നമ്മൾ അവിടെ. അപ്പോൾ പിന്നെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ വിഷ്വൽസൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പള്ളിയുടെ ഉള്ളിലും സ്ഥലം കിട്ടിയിട്ടില്ല, പുറത്ത് നിന്നിട്ടായിരുന്നു നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന സമയമായപ്പോഴത്തേനും പള്ളിയുടെ ഉള്ളിലൊക്കെ ഫുൾ ആളുകളായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ജുമായും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിച്ചിട്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോവുകയാണ്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇനി ജിദ്ദയിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ബദറിലൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബദറിലൂടെ പോയിട്ടൊന്ന് സിയാറത്ത് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോണ ബൈക്കിന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ മദീനത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഭയങ്കര തണുപ്പാണ് ഈ ഒരു സമയത്ത്. നമുക്ക് രാവിലെയൊക്കെ സുബീൻ്റെ സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഈ കുട്ടികളായിട്ടൊക്കെ ഈ സമയത്ത് പോകുമ്പോൾ അതിനുള്ള മുൻകരുതലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. ഉച്ച ആയാലും തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് അങ്ങനെ വല്ലാതെ വിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ റോഡൊക്കെ ഭയങ്കര കാലിയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോരുകയാണ്. അപ്പം നാളെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും വേണം. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. വ്യാഴാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയൊക്കെ പോയിട്ട് ഫ്രൈഡേ ജുമായ കഴിഞ്ഞ ഉടനെ നമ്മൾ തിരിച്ചു പോരും. എന്നാലേ ഉള്ളൂ നമുക്ക് രാത്രിയൊക്കെ അധികം വൈകാതെ നമുക്ക് ജിദ്ദയിലേക്ക് തിരിച്ചെത്താനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കര രസമാണ് കേട്ടോ മദീനയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളുടെ ഈ ഒരു തിരക്കുന്നൊക്കെ വിട്ട് എന്താ പറയുക, ഫ്ലാറ്റും ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ ഒരു മരുഭൂമിയിലൂടെ അങ്ങനെ പോകാനായിട്ട്. പിന്നെ അതാ ഈ മലകളൊക്കെ എന്തോ ഒരു ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ വരച്ച് വെച്ചിട്ടുള്ള പോലത്തെ മലകളും പിന്നെ ഒരുപാട് മരുഭൂമികളും. ഈ ഒരു പ്രദേശത്തൊക്കെ എന്താ പറയുക, ഒട്ടകങ്ങളും കഴുതകളും കുരങ്ങന്മാരൊക്കെ സാധാരണയായിട്ട് നമുക്ക് ഒരുപാട് കാണാനായിട്ട് പറ്റും. ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ കാണാൻ. പിന്നെ നമുക്കിനി നേരെ പോകാനുള്ളത് ബദ്രിലേക്കാണ്. അപ്പോൾ മദീന പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 130 കിലോമീറ്ററാണ് കേട്ടോ ബദ്രിലേക്കുള്ളൊരു ദൂരം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മദീനയിലെ മുസ്ലിങ്ങളും മക്കയിലെ ഖുറൈശികളും തമ്മിലുണ്ടായിട്ടുള്ളൊരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മൾ ബദറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹിജ്റയുടെ 2ാം വർഷമാണ് കേട്ടോ ഈ യുദ്ധം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ യുദ്ധത്തിന് ഖുറൈശികൾ 1000 ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങൾ വെറും 313 ആളുകളും മാത്രമായിരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലും തന്നെ പറയാം, എന്താ പറയുക, യുദ്ധം വിജയിച്ചത് മുസ്ലിങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഈ കുറച്ച് ആളുകളായിട്ട് വിജയിച്ചിട്ടുള്ള യുദ്ധമാണ് ബദർ യുദ്ധം. അപ്പോൾ 70 ശത്രുക്കളെ ഇതിൽ മരിച്ചു പോയപ്പോൾ പിന്നെ 14 വിശ്വാസികളും കൂടിയാണ് കേട്ടോ ഇതിൽ ഷഹീദായിട്ടുള്ളത്. അപ്പോൾ ആ 14 ശുഹദാക്കളുടെ പേരാണിതാ ഇവിടെ ഈ ഒരു ബോർഡിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയും പോയി സിയാറത്ത് ചെയ്ത് നമ്മളിനി നേരെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു വിവരണം തന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം തെറ്റുകളൊക്കെ ഉണ്ടാവാം, ആ പറയുന്ന ആളുകളുണ്ടെങ്കിലൊന്ന് തിരുത്തി തരിക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി നേരെ ജിദ്ദയിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുഡും കൂടി കഴിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിക്ക് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ അതിന് വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം ആയാലൊന്ന് വിചാരിച്ചിപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മളിതാ ഒരു കടയിൽ കയറിയിട്ട് ചോറൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഏകദേശം 5 മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമായപ്പോഴത്തേനും പിന്നെ നേരെ ജിദ്ദയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഒരുപാട് മലകളും മരുഭൂമികളും ഒട്ടകങ്ങളൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമ്മളിതാ അങ്ങനെയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് അങ്ങനെ ജിദ്ദയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ എമിക്കുട്ടിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ആളൊന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങാനായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹം പോലെ തന്നെ പടച്ചോണ്ട് നിറവേറ്റി തന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെ ഒരു സങ്കടം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൗദയിലേക്ക് കയറാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ വ്യാഴം വെള്ളിയൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് പെർമിറ്റ് എടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ തിരക്കാവും. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് വരൽ നിർബന്ധമായതുകൊണ്ടാണ് നമ്മൾ പെർമിറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഈ ഒരു സമയത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസം നോക്കിയിട്ട് വരാം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളെ യാത്ര അടിപൊളിയായിട്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇതാ ഒരുപാട് ലേറ്റായി, വൈകുന്നേരമൊക്കെ ആയി തുടങ്ങി, മഗ്‌രിബായി.
മക്കയും മദീനൊക്കെ ഒരുപാട് ആളുകൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ. അത് എന്താ പറയുക, പഠിച്ചോൻ എല്ലാവർക്കും ആ ഭാഗ്യം കൊടുക്കട്ടെ. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മളെ ഈ വീഡിയോ നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിതാ ഏകദേശം ജിദ്ദയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ തന്നെ എമിക്കുട്ടി ഇതാ കുറേ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓരോരോ വികൃതി കാണിച്ച ആൾക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ചടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഇത്രയും നേരം അവനെക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ അത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.